ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 87. ഇന്ന് ഹോട്ട്സ്റ്റാറിൽ എപ്പിസോഡ് കൊടുത്ത ആ ഒരു ടൈറ്റിൽ തന്നെ അടിപൊളിയാണ്. എ ഫ്രണ്ട് ലോസ്റ്റ് ആൻഡ് അലി ഫൗണ്ട്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇന്ന് എന്തൊക്കെയാണ് നടന്നേ? അതെ, കർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്പപ്പം കിട്ടും. ചെയ്യുന്ന കർമ്മത്തിന് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, തിരിഞ്ഞ് വന്നോളും. അനുമോളും ബാക്കി ടീമും പട്ടാഗേൾസ് ഒരു വര വരച്ചൊരു സ്കെച്ച് ഇട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അക്ബറിനും നെവിനും ആര്യനും ഇട്ട് അടിച്ചൊരടി ഇന്ന് തമ്മിലടിയായി തിരിച്ച് പൊട്ടിയ സമയത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഹൂ വാസ് ദ കോർ റീസൺ ലാസ്റ്റ് വീക്ക്. ദ സെയിം പേഴ്സൺ, ദ സെയിം വാമ്പ്, അനുമോളാണ്. കഴിഞ്ഞ ആഴ്ചയും വിഷയം അനുമോളാണ്. ഈ ആഴ്ച അത് എക്സ്പോസ് ആയും ചെയ്തു. അനുമോളാണ് സീന്. പണിയെടുക്കില്ല. പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തമ്പുരാട്ടിയാ ഭക്ഷണം വിളമ്പുവോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അനുമോള് ഫുഡ് ഉണ്ടാക്കാൻ കയറിക്കഴിഞ്ഞാൽ സംഗതി ശരിയാണ്, ഫുഡ് അവിടെ അവർക്ക് ടേസ്റ്റിൽ കിട്ടുമായിരിക്കും. മനസമാധാനമായിട്ട് കഴിക്കാൻ പറ്റില്ല. കൊടുക്കില്ല അനുമോള്. അത് കൊടുക്കാൻ അനുമോളെ കൊണ്ട് പറ്റില്ല. ഉണ്ടാക്കിയാൽ മാത്രം പോലും ഇത് കൊടുക്കുന്നൊരു കഴിവല്ലേ. അത് ഒരാൾക്ക് ഡെലിവർ ചെയ്യുന്നത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. മനസ്സിലായോ? എത്ര നന്നായിട്ട് ഉണ്ടാക്കിയാലും കൊടുക്കാൻ നേരത്തെ എന്താ നായ കഴിച്ചോർന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ചളകുറ്റി കേട്ടിട്ടില്ലേ? സെയിം, അതാണ് അനുമോളെ വിഷയം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സാബുമാൻ എന്ന് ലൈവ് കണ്ടവർക്ക് അറിയാം. ഇരുത്തി വറുത്ത് തിന്നിട്ടുണ്ട്. സാബുമാൻ്റെ ഈ പല സമയങ്ങളിലായിട്ട് പലരോട് പോയിട്ട് പല സ്റ്റാൻഡിൽ, പല തോണിയിൽ, പല സമയത്ത് പല ടീമിൽ പോയിട്ട് പറയുന്ന വർത്തമാനങ്ങളൊക്കെ അക്കമിട്ട് നേരത്തെ നെവിൻ കാത്തിരിക്കുന്നുള്ളത് ഈ സാബുമാനെ തിന്നാൻ വേണ്ടിയിട്ട്. ബീൻ ബാഗിൽ അങ്ങോട്ട് ഇരുത്തിയിട്ടേ അടിച്ച് പഞ്ചറാക്കി കൊടുത്തു സാബുമാനെ. അതിൻ്റെ ദേഷ്യത്തിൽ സാബുമാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഷാനവാസ് പഠിപ്പിച്ച സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മണവാളൻ മോഡായിപ്പോയി അല്ലേ സാബുമാൻ. ഇന്ന് മണവാളൻ യൂണിവേഴ്സ് കയറി. സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ലൈവ് കണ്ടവർക്ക് അറിയാം, ഇത് നമ്മൾ ഷാനുക്ക പഠിപ്പിച്ചു കൊടുത്തതാണ്. അതൊന്ന് പയറ്റി നോക്കി. എന്താണെങ്കിലും അത് അങ്ങനെ ഒരു വഴിക്ക് സാബുമേൻ്റെ എന്താ പറയുക, കുരുട്ട് മാസ് അല്ലേ, ആ സാധനം പോയി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കിച്ചണിലെ തല്ലു തുടങ്ങുകയാണ്. ഈ സീസണിൽ ആസ് യൂഷ്വൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ രാജസ്ഥാനിൽ നിന്നൊരു പ്രത്യേക തരം ഫൈറ്റിംഗ് കല്ലാണ് ലാലേട്ടൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ആ കല്ലിൻ്റെ മുകളിൽ എന്ന് തുടങ്ങിയോ അമ്മക്കട്ടിയാണ്. ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഫുഡിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് വാട്ടാൻ തിരിഞ്ഞ് തല്ലാണ് ഭക്ഷണത്തിൻ്റെ മുകളിൽ. ഭക്ഷണത്തിൻ്റെ പേരും പറഞ്ഞ് തല്ല്. സീസൺ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് സംസാരിക്കരുത്, തുപ്പൽ വീഴുന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പോൾ ഫുഡ് വെച്ചിട്ട് അതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പോയി, സംഗതിയൊക്കെ വിട്ടു. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക തന്നെ പരിപാടി അവിടെ. അനുമോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേസ്റ്റിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കൊടുക്കുമ്പോൾ ആ ഒരു മനസ്സറിഞ്ഞു കൊടുക്കണം. ഇത്തിരിയേ ഉണ്ടാക്കിയുള്ളൂ, ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും ഓക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ വയററിയും, മനസ്സൊന്നും അറിയും. അനുമോൾ അങ്ങനെയല്ല. ക്രെഡിറ്റ് വേണം അനുമോൾക്ക്, എല്ലാത്തിനും ക്രെഡിറ്റ്. ഉണ്ടാക്കി അത് അനുമോൾ തന്നെ വിളമ്പണം. കഴിഞ്ഞ ആഴ്ച ഷാനവാസ് കുറച്ച് ഡയലോഗ് അടിച്ചിരുന്നു. ഏത്? മറ്റേ ഇതിൻ്റെ കാര്യം. ഒരു കറിയേ ഉള്ളോ, ഒരു ഉപ്പേരിയേ ഉള്ളൂ. ഇന്ന് കറിയില്ല, ഇന്ന് തോരൻ മാത്രമേ ഉള്ളൂ. 2 തോരനില്ല എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കിയ ഷാനവാസിനൊന്നും ആ കാര്യത്തിൽ പറയാമല്ലോ കേട്ടോ. കാരണം എന്താ? ഇന്ന് കറിയില്ല ചോറിന്. അനുമോള് ചോറുണ്ടാക്കി. അനുമോള് ചോറുണ്ടാക്കി എന്ന് പറയുന്നേക്കാൾ നല്ലത് അനുമോള് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് പിന്നെ അത് അവരെ തലയിൽ കൊണ്ടുപോയി ഇട്ടു. വാട്ട് എവർ ഇറ്റ് ഈസ്, അടുക്കള റാണിയായ അനുമോക്ക് ചോറിൻ്റെ അളവറിയില്ലേ? കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ മുന്നിൽ തിരുട്ട് മാസ് കാണിച്ച് വന്നിങ്ങനെ ലാലേട്ടാ നോക്കൂ ലാലേട്ടാ എന്ന് പറഞ്ഞിട്ട് ചോറിൻ്റെ ചെമ്പെടുത്ത് കാണിച്ച് ആ എൻറ്റയർ കോൺവെർസേഷൻ വഴിമാറ്റി തിരിച്ചു വിട്ട് PR ആഘോഷിച്ച് അനുമോൾ മാസ് എന്ന് പറഞ്ഞ സാധനം തിരിച്ച് മൂർക്കം പാമ്പ് കൊത്തുന്ന മാതിരി കൊത്തി. അക്ബർ അത് കൃത്യമായി അവിടെ ഇരുന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് അവർ എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കിയതല്ല, ആ വീട്ടിൽ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഈ 3 പട്ടാഗേൾസ് ചേർന്ന് അവിടെ ബോയ്ക്കോട്ട് അടിച്ചപ്പോൾ ബാക്കി വന്ന ഫുഡാണ്. ഇതാ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി അനുമോൾ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ഫുഡാണ്. എപ്പടി ഇറക്കത്? ഇതാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കർമ്മ ഇപ്പം അപ്പപ്പം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പുക എന്നുള്ള വാശിയിൽ അനുമോൾ എന്ത് ചെയ്തിട്ടുണ്ട്?
അവിടെ ഓരോരുത്തർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ചോറിൻ്റെ അളവനുസരിച്ച് സൈഡ് വിളമ്പുക എന്നുള്ളതാണ് അനുമോളുടെ ഒരു കോൺസെപ്റ്റ്. ആ വീടിനകത്ത് ഞാൻ പറയട്ടെ, ഒരു ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ചോറ് എടുക്കുന്നവർ എത്ര വേണം അവർക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്തോട്ടെ. സൈഡ് ഡിഷ് അത് കറിയല്ല, തോരനാണ്. അത് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലേ അതിൻ്റെ മാന്യത. ചെറിയ സംഭവമാണ്, ബേസിക് സാധനമാണ്. ഒരു ഇത്ര തോരൻ ഉണ്ടാക്കിയ ആ തോരൻ 6 പേര് 7 പേർക്ക് കൃത്യമായി വീതിച്ചു കൊടുത്താൽ പിന്നെ കൂടുതലോ കുറവൊന്നുമില്ല, ഓരോരുത്തർക്കും കൃത്യമായ പോർഷൻസ് ഈക്വലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ചോറ് അവർ എടുക്കാതിരിക്കുക, അതിനനുസരിച്ച് കഴിക്കാതിരിക്കുക അവർ ചെയ്തോട്ടെ. അനുമോക്ക് അതൊന്നും അറിയണ്ട. അനുമോക്ക് ഇതിലൊക്കെ കൈയിട്ട് വാരണം. അവിടെയാണ് ഇന്ന് ആദില കയറി അടപ്പം വെച്ചത്. നല്ല വെർബൽ സ്പാറ്റ്, ഒരു രക്ഷയുണ്ടല്ല. ആദില സ്കോർ ചെയ്ത് മുന്നോട്ട് പോയി. അനുമോക്ക് ഒന്നും പറയാണ്ടായില്ല. സാബുമാൻ എന്താ പൊട്ടിത്തെറിക്കാത്തതെന്നുള്ളത് എനിക്ക് ഇന്നത്തെ കച്ചറ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഇവൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഇവൻ കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ശോകമാണ്. അത് നമുക്ക് ഒട്ടും കൺവിൻസിങ് അല്ല. അത് അവൻ്റെ ആ ഒരു എന്താ പറയുക, അടി ഉണ്ടാക്കിയിട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കണം അത് കൺവിൻസിങ് ആവുന്നില്ല. അതുകൊണ്ട് അത് ആ കൂട്ടത്തിൽ തെറിച്ച് നിന്നില്ല. എന്താണെങ്കിലും ആദില അനുമോള് വിടില്ല. അല്ലടാ, അനുമോൾ എന്താ പറഞ്ഞേ സാബുമാനോട്, നീ എടുത്ത ചോറിന്റെ അളവിനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് തന്നു, ശരിക്കും തരാൻ പാടില്ല. നീ എടുത്ത ചോറിന്റെ അളവിലുള്ള തോരൻ നീ കഴിച്ചാൽ മതി. അതെങ്ങനെ ഒരു മനുഷ്യനോട്? ഇവളാരാ തീരുമാനിക്കാൻ? ഈ കുടുമോൾ ആരാണ് ഒരാൾ എത്ര ഭക്ഷണം കഴിക്കണം തീരുമാനിക്കുക? ഇവളാരാണ്? ഓൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആരെങ്കിലും അവിടെ അധ്വാനിച്ച് ഓടുന്ന കണക്കിനാണോ ഈ സാധനം അടുക്കളയിൽ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, ഇവള് ബാക്കിയുള്ള ആൾക്കാർ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അത് കോമൺ ഫുഡാണ്, എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നൊക്കെ പറയുന്ന കുടുംബങ്ങളാണ്. അടുക്കളയിൽ ഇവള് 100 സ്റ്റാൻഡാണ്, 100 സ്റ്റാൻഡ്. അപ്പൊ അവള് മാറ്റി പറയും, അനുമോള് മാറ്റി പറയും. കഴിഞ്ഞ ആ ഒരു ആഴ്ചയില് ആ 3 ചെക്കന്മാരെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചത് ഈ ഒരൊറ്റ അനുമോളാണ്. എന്താണെങ്കിലും ഇന്ന് ആദില കയ്യോടെ പൊക്കി മുട്ട വറക്കുന്ന അനുമോക്ക് വേണം. ആരുടെ ഇവള്? രാവണിയാ? 10 തലയും 10 കൈയും. ഒരു കൈ കൊണ്ട് എന്ത് വേണം? മുട്ട. ഒരു കൈ കൊണ്ട് ചോറ് വിളമ്പണം, ഒരു കൈ കൊണ്ട് തോരൻ വിളമ്പണം. ബാക്കിയുള്ളവർക്ക് ഒന്നും വിട്ടുകൊടുക്കാൻ റെഡിയല്ല. ചോദിച്ചാൽ കണ്ണു വിട്ടണമെന്നാണ്. അത് അതിലുണ്ടാക്കി, മറ്റവരുണ്ടാക്കി. പിന്നെ അനീഷിന്റെ ആയിട്ട് ഇപ്പൊ ഒരു നല്ല കോംബോ ലൈൻ എല്ലാവരും കൂടി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അനീഷാണ് മക്കളെ ട്രാപ്പില്. ഇന്ന് ലൈവ് കണ്ടവർക്ക് അറിയാം. ഡിങ്കൻ അനീഷ്, രക്ഷകൻ ഡിങ്കൻ. അത് പറയരുത്, ദാറ്റ് ഈസ് നോട്ട്, എന്താ പറയാ, നമ്മളത്ര തരം താഴാൻ പാടില്ലല്ലോടാ, വിട്ടറാ. ഡിങ്കൻ രക്ഷകൻ, ഡിങ്കൻ അനീഷ്. എന്താ രക്ഷകൻ? ഇന്ന് അനീഷും പൊളിഞ്ഞു, എക്സ്പോസ്ഡ്. അനീഷ് ലിറ്ററലി എക്സ്പോസ്ഡ്. അനീഷ് ഫാൻസിന് കുരുപൊട്ടി കരഞ്ഞ് മെഴുകി കമന്റ് ബോക്സിൽ വരും. ഒരു വിഷയവും ഇല്ല. ഇങ്ങനെ ഒരുത്തനെ ഇങ്ങനെ എക്സ്പോസ് ആയി ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് സീസണിൽ. കാരണം എന്താ പറയുക, വന്നപ്പോൾ സ്ത്രീ വിരുദ്ധൻ. ഞാൻ വിചാരിച്ചു ഇവൻ വന്നപ്പോൾ നന്നായതാണ്, ബിഗ് ബോസിനെ കൊണ്ട് ക്ലെൻസ് ആയതാണ്. അല്ല, ഇന്നലെ ഞാൻ വിചാരിച്ചു 2-3 പെൺകുട്ടികൾ മറ്റേ സാരി എടുത്ത് നിൽക്കുമ്പോൾ അനീഷിന് എന്തൊക്കെയോ മാറ്റം വന്നിട്ട് പാവത്തിന് തോന്നി. അതൊന്നും അല്ലടേ, ഇയാൾ ഫുൾ ഫേക്കാണ്. എനിക്ക് ഇന്നത്തെ എപ്പിസോഡും ലൈവും കണ്ടപ്പോഴാണ് മനസ്സിലായി ഇയാൾ ഫുൾ ഫേക്ക് ആയിരുന്നു എന്നുള്ളത്. കാരണം അടിമുടി പഠിച്ചു വന്ന സ്ക്രിപ്റ്റ് ഇപ്പോൾ ഈ ലാസ്റ്റ് ആഴ്ചകളിൽ അനീഷിനെ പൊട്ടാൻ തുടങ്ങി. ലാലേട്ടൻ വന്ന് ഫ്രണ്ട്ഷിപ്പ് കൂടിക്കോ അനീഷെ മറ്റേ ഷാനവാസിനായിട്ട് വരുമ്പോൾ കണ്ണും പൂട്ടിയിട്ട് അവിടെ പോയിട്ട് ഓംബ്രാന്ന് പറഞ്ഞിട്ട് കൂടി. അനുമോളായിട്ടൊരു കോമ്പോന്റെ സാധനങ്ങൾ ബിൽഡായി വന്നിട്ട് ലാലേട്ടനടക്കം ഇപ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് ഒക്കെ ഇട്ടുകൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം അവിടെ പോയി ഒട്ടി. എന്നിട്ട് രക്ഷകന്റെ റോളിൽ അനീഷിനെ ഞാൻ പറയാം, വഴിക്ക് പറയാം. ഈ അനീഷ് കേട്ടതാണ് എന്ത്, സാബുമാൻ്റെ അടുത്ത് ഈ ചോറിൻ്റെ കാര്യം തോരൻ്റെ കാര്യം ഈ അനുമോള് പറയും. എന്നിട്ടും രക്ഷകനായിട്ട് അവിടെ അവതരിച്ചു. അക്ബർ വന്നു, കൃത്യമായിട്ട് അക്ബർ ഓരോ കാര്യങ്ങളും വിട്ട് നിരത്തി ചോദിക്കുകയും ചെയ്തു. പുറത്ത് പോയിരുന്നിട്ട് വീണ്ടും അക്ബർ പറയുന്നുണ്ട്. ലൈവ് കണ്ടവർക്ക് അറിയാം, അക്ബർ വളരെ പോയിന്റ് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ഇവൾ ഇതേ പണിയെടുക്കാത്ത പരിപാടി, കഴിഞ്ഞ ആഴ്ച എന്നല്ല ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും അനുമോളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കരുത്, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് പണിയിൽ നിന്ന് മാറി നിൽക്കണം. അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഭരിച്ച് ഭക്ഷണം ഉണ്ടാക്കി ഇങ്ങനെ നടക്കും. ഇതാണ് അനുമോളെ സ്കീം. ഇന്ന് നൂറ പെട്ടില്ല. നൂറ അവിടെ ഇരുന്ന് 100 വട്ടം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അനുമോളോട്, എന്താ അനുമോളെ നിനക്ക് ക്യാപ്റ്റന് വിലയില്ലേ? എന്താ നൂറെ കഴിഞ്ഞ ആഴ്ച എനിക്ക് 3 ക്യാപ്റ്റന്മാരെ വിലയില്ലേ എന്നുള്ള തിരിച്ച് ചോദ്യം അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. അങ്ങനെ 100 അടക്കം പട്ടാ ഗേൾസ് ആണ് കഴിഞ്ഞ ആഴ്ച
അവരാ ക്യാപ്റ്റൻസിക്ക് മഴു വെച്ചത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതേ അനുമോള് കിട്ടണം. കാരണം എന്താ അറിയോ, ഇതേ അനുമോള് കഴിഞ്ഞ ആഴ്ച വെസൽ കഴുകാൻ പറഞ്ഞപ്പോ വെസൽ കഴുകാൻ പോയ ഷാനവാസിനെ കഴുകാനും സമ്മതിക്കാതെ അവിടെ കിടന്ന് അടിയും കച്ചറ ഉണ്ടാക്കി ഷാനവാസും നിലത്ത് വീണ് എന്തൊക്കെ പുകിലുണ്ടാക്കിയത്. ഇന്നും അതന്നെയല്ലേ ചെയ്തത്. സോഫറാണി ആളെ പോകേണ്ടിയിരുന്നു, പണിയെടുക്കാൻ പറ്റില്ല. ഭക്ഷണം വിളമ്പിനോട്ട് മാറി, കിച്ചൺ ടീമിൽ നിന്ന് മാറി വെസൽ ടീമിൽ പോയി. വെസൽ ടീമിൽ പോയപ്പോഴും ഒറ്റയ്ക്ക് പണിയെടുക്കണം. എങ്ങനെയുണ്ട്? അതായത് 36 പറഞ്ഞ റൂളിന് നമ്മളെപ്പോഴും പറയും എന്താ, ഈ നെവിനെ തോന്നിയ മാതിരിയാണ് ബിഗ് ബോസ് പറഞ്ഞ റൂളിനൊക്കെ എതിരാണ് നെവിൻ. അതിനേക്കാൾ റോങ് ആണിത്. അനുമോൾക്ക് അനുമോളുടെ റൂളാ, അനുമോളുടെ രീതിയിലാണ്. അനുമോൾ പറഞ്ഞ പോലെയൊക്കെ നടക്കണം, ഇല്ലെങ്കിൽ നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾ പിന്നെ സീനാക്കും. പിന്നെ കരച്ചില്, ടിഷ്യൂ പേപ്പർ തിന്നാ തോന്നുന്നു ഇരുന്നിട്ട്. ഓ അതാണ് എല്ലാ ക്യാമറ. ഞാൻ അതാലോചിച്ചു എപ്പടി അതായത് എല്ലാ ക്യാമറയും അറിയാം അനുമോക്ക്. ഓരോ ക്യാമറേന്റെ ആംഗിളിൽ എവിടെയൊക്കെ പോയിരുന്നിട്ട് എന്തൊക്കെ ബൈറ്റ് കൊടുക്കണം. അനുമോള് ഭക്ഷണം പാല് വെച്ച് കരഞ്ഞ് ടിഷ്യൂ കൊണ്ട് തെറിച്ചു 10,000 വോട്ട്. ORMന് വിനുവിന് പരമസുഖാണ്. വിനുവിന് പണിയെടുക്കുക. വിനുവിന് വെറുതെയാണ് 16 ലക്ഷമോ 13 ലക്ഷമോ ഒക്കെ അനുമോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തത്. വിനുവിനൊന്നും പൈസ കൊടുക്കേണ്ട കാര്യം ഈ അനുമോക്കില്ല. വെറുതെ കരഞ്ഞാ പോരേ സീരിയൽ ഓഡിയൻസിന്. ക്യാമറ ഉള്ളിടത്ത് പോയി കരയണം, ഉറപ്പാണ്. അങ്ങനത്തെ കരച്ചില് എന്തുവാണ് ഇത്? ഇന്ന് ഒരു ഉളുപ്പില്ലാതെ ഒക്കെ കേട്ടിരുന്നിട്ടുണ്ട്. ആ വീട്ടിലുള്ള ഒരു തലങ്ങും വിലങ്ങും ചോദിക്കുന്നുണ്ട്, പിആറിന് വേണ്ടിട്ടാ, പിആറിന് ഇട്ട് കൊടുക്കാനാ, പിആറിന് കണ്ടന്റ് കൊടുക്കാനാ. എല്ലാരും പറയുന്നുണ്ട് പിആറിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം എടുത്തെടുത്ത് പറയുമ്പോഴും ഒരു നാണവും മാനവും അത് അവിടെ ഇരുന്നത് കേട്ടുകൊണ്ടിരിക്കും. നിവിൻ എന്തിനിടപെടണം? നിവിൻ വലിച്ചു കീറാൻ മാത്രം ഇനി ആരില്ല. അനുമോളില്ല. അനുമോൾ അല്ലെങ്കിൽ അനുമോള് ചത്ത പോലെ കിടക്കാന്നുള്ള രീതിയിലാണ്. അതിനിടയിൽ ആദിലേന്റെ വക വേറൊരു ഷോ ഓഫ് ലൈവ് കണ്ടിരുന്നു, കാല് പോയി പിടിക്കലും പരിപാടികളൊക്കെ. അതിലൊന്ന് കൂടാൻ നോക്കുക. അതിനെനിക്ക് തോന്നുന്നു വീണ്ടും അനുമോളായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ചിലപ്പോൾ പോയി കൂടും. ഈ വിറ്റകളെ വിശ്വസിക്കാനും പറ്റില്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ഇപ്പൊ ലൈവ് കണ്ടിട്ടില്ല. 3 കൂടി ഒരു കട്ടിന്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കടന്നു തുടങ്ങിണ്ടാവോ ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായി? ഇതൊക്കെ എത്ര നേരം നടക്കുന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലേ. ചിലപ്പോ അതും ഉണ്ടാവും, നടന്നിട്ടുണ്ടാവും. ആര്യനല്ലേ? ആര്യനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മിസ്സാവണേ. കുറെ സാധനങ്ങളൊക്കെ ഇപ്പോഴൊക്കെ പറയാൻ ലൈറ്റായിരുന്നു. ഓക്കെ, അതിനിടയിൽ ടാസ്കുകൾ വന്നു. ടാസ്കുകൾ വന്ന സമയത്തും അനുമോൾ മറ്റേ ലൈനാ ടാസ്ക് ചെയ്തിട്ട് മാറി നിൽക്കും. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇത് ഈ സീസണിൽ എത്രയോ വട്ടം പൊളിഞ്ഞു പോയ ലൈറ്റാന്നുള്ളത് ഇപ്പോഴും ഈ പെണ്ണിന് മനസ്സിലാവണില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ മണി ടാസ്കുകൾ തന്നെ ഓരോന്നായിട്ട് മണി ടാസ്കുകൾ നടന്നു. ഓക്കെ, മണി ടാസ്കിൽ ആദ്യത്തെ ടാസ്കിൽ ആരാണ് ചോദിച്ചത്? ഷാനവാസ് അക്ബറോ? രണ്ടുപേർക്കും ഷാനവാസിനും അക്ബർ ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് കിട്ടി. അങ്ങനെ എറിഞ്ഞ് കപ്പിലിടുന്നു. കഴിഞ്ഞല്ലോ ആ ടാസ്ക് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ശ്രീധുവ ജയിച്ചു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ബോൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോയിരുന്ന ടാസ്ക് കിട്ടി. ആ ബോൾ ഉരുട്ടിക്കൊണ്ടുപോയിരുന്ന ടാസ്കിലും ആർക്കും കിട്ടിയത്? അക്ബർ തന്നെ അല്ലേ? അക്ബറിൻ്റെ മുന്നിൽ 20 അക്ബറിന് കിട്ടി. അക്ബറാണെന്ന് ടോട്ടലി മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ മണി ടാസ്ക് ഞാൻ മൈൻഡ് ചെയ്യില്ല ഇപ്പോൾ, കാരണം അത് ലാസ്റ്റ് എന്തായാലും ഒരു പണപ്പെട്ടി വരും. ഓക്കെ, ഇതൊക്കെ കളിപ്പിച്ചാലും ഇപ്പോൾ ഒരു 2.5-3 ലക്ഷം രൂപേൻ്റെ ഒരു കളി കളിപ്പിച്ചിട്ട് പിന്നെ ഒരു 3 ലക്ഷം വെച്ച് ടോട്ടൽ 5-6 ലക്ഷം റുപ്യ ആക്കിയിട്ട് പിന്നെ പെട്ടി വെക്കുമായിരിക്കും. എൻ്റെ ഒരു തോട്ട് അങ്ങനെയാണ്. പെട്ടി വെക്കാതിരിക്കില്ല അവർ, കാരണം അതൊരു ക്ലാസിക് സാധനമാണ്. അപ്പോൾ അത് വെക്കും. അത് വെച്ചിട്ട് അത് പിന്നെ ഇവരെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ, കാരണം ഇവർ ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിപ്പോൾ പൈസ കൊടുത്ത് ഫീഡ് ചെയ്ത് ഇവർ ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റി. പെട്ടിയിൽ തോടാ അല്ലെങ്കിൽ പെട്ടി എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റി. ഇനി പെട്ടെന്ന് ഒരു ദിവസം പെട്ടി കൊണ്ടുവയ്ക്കുമ്പോൾ ഇവർ റീതിങ്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? അതിലാണ് ഗെയിം. മേ ബി വെക്കുമായിരിക്കും, എനിക്ക് അത് തോന്നുന്നു. എൻ്റെ മൈൻഡ് അതാണ് തോന്നുന്നത്. സാബുമ ഇല്ല. സാബുമ എങ്ങനെ അറിയാം? കളിക്കാൻ വരുമ്പോൾ തന്നെ ഒരു ടാസ്ക് ചെയ്യാൻ വരുമ്പോൾ അയ്യോ ഇല്ല ഞാൻ ഭാഗ്യത്തില്ല അയ്യോ ഈ കരച്ചിലാണ് സാബുമ. ഈ കരച്ചിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും മുതൽ. അതിനപ്പുറത്തേക്ക് അത് അതെ, ടാസ്കിലും ജയിച്ചിട്ട് കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഡിങ്കൻ രക്ഷിക്കാൻ വന്നിരിക്കുകയാണ്. ഡിങ്കനെ ഇപ്പം എന്തിനാ ആവശ്യം എന്നറിയോ അനുമോക്ക്? ഡിങ്കൻ അനീഷിനെ അപ്പുറത്ത് നിർത്തും ഓപ്പോസിറ്റ്. എന്നിട്ട് ക്യാമറയിലൂടെ പോകാനുള്ള എല്ലാ ഔട്ടും എന്താണോ ജനങ്ങളോട് പറയാനുള്ളതൊക്കെ ഡിങ്കനെ ഇരുത്തിയിട്ട് അനുമോളോട് പറയും. ഡിങ്കൻ പിന്നെ എല്ലാം കേട്ടിരിക്കുമല്ലോ, ഇങ്ങനെ കേട്ടിരിക്കുന്നെല്ലാം. ഡിങ്കൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇവരൊരു മീറ്റിംഗ് വിളിച്ചു. ടാസ്കും പരിപാടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരൊരു മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ചപ്പോൾ ഡിങ്കൻ അനീഷിൻ്റെ വക ഒരു ചോദ്യം, എന്താണ് ഇപ്പോൾ
അനുമോള് ചെയ്ത പ്രശ്നം ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഇപ്പം കൊളാക്കാതിരുന്നിട്ടുണ്ടോ ഈ സീസണിൽ? ഈ പറയുന്ന അനീഷ് ഇന്ന് മാത്രം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അല്ലാത്ത പക്ഷം ഇവൻ എല്ലാ മീറ്റിങ്ങും, ബിഗ് ബോസ് വിളിച്ച മീറ്റിങ്ങും ക്യാപ്റ്റന്മാർ വിളിച്ച മീറ്റിങ്ങും അടക്കം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വായ തോരാതെ ഓന് പറയാനുള്ളത് മാത്രം റിപ്പീറ്റ് ലൂപ്പ് മോഡിലിരുന്ന് പറഞ്ഞ് വെറുപ്പിച്ച മുതലാ. ഇന്ന് പറയാൻ സ്പേസ് കൊടുക്കൂ, അനുമൊക്കെ സംസാരിക്കാൻ സ്പേസ് കൊടുക്കൂ. അയ്യേ, ഇങ്ങനെ ഒരാൾ എക്സ്പോസ്ഡ് ആവൂ? അനുമോൾ ചെയ്ത തെറ്റെന്താ? നിങ്ങൾ പറയൂ, അനുമോൾ ചെയ്ത തെറ്റെന്താ? അടീനിടയിൽ ആദില ചോദിച്ചിട്ട്, ആദില കിച്ചൺ ടീമാ ചോദിച്ചാൽ വിട്ടുകൊടുത്തില്ല. ഭക്ഷണം താഴെ പോയി. നമ്പർ 1 തെറ്റ്. 2ാമത്തെ തെറ്റ്, ഉണ്ടായ ഫുഡ് അളവനുസരിച്ച് ഓക്ക് തോന്നിയ അളവിന് നാട്ടുകാർ കഴിച്ചാൽ, മറ്റേ ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കോമൺ ഫുഡ്, അതായത് അനുമോക്ക് ഇഷ്ടമുള്ള കണക്കിന് ബാക്കിയുള്ളവർ കഴിക്കണം. അതും തെറ്റ്. വിറ്റതല്ല അനീഷ് പറഞ്ഞ, അത് മെയിൻ പോയിന്റ് കേട്ടാ. ഇതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്തവരല്ലേ? അന്ന് ആ തെറ്റ് ചെയ്ത സമയത്ത് ഇതേ ഉളുപ്പില്ലാത്ത അനീഷ ഇവരാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഈ ഡിങ്കനാണ് അത്രയും ചൂണ്ടിക്കാണിച്ച് അവിടെ കിടന്ന് ചലച്ചിരുന്നത്. ആ ഡിങ്കന് ഇപ്പൊ നാവില്ലേ? അനീഷ് ഞാൻ എഴുതി വെച്ച് നിങ്ങളോട് പറയുന്നു, അനീഷ് പൊളിഞ്ഞു. 1 കഴിഞ്ഞു. അനീഷ് തുടരില്ല. അനീഷ് കഴിഞ്ഞടേ. അനീഷിന് വിന്നറായാലും ഈ കോലം പോയി വിന്നറായി കഴിഞ്ഞാൽ ഒന്നുമില്ല. വട്ട പൂജയാണ് അനീഷ്. അല്ല ഞായാ തന്നെ ഇതിങ്ങനെ കോമണറാണ് അനീഷ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരെ മുന്നിക്ക് ഇത്രയേ ഉള്ളൂ അനീഷ്. ആ അനുമോള് പോയിട്ട് ഇട്ടതോടുകൂടി അനീഷ് അനീഷ് ആ ഗെയിമിൽ വീണു. ഇതിനു മുമ്പ് ഷാനവാസ് പോയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ സാധനം ഇട്ടു അനീഷ്. അപ്പം പറയും നിഷ്കളങ്കതയാണ് എന്നുള്ളത്. 5 വർഷം ലീവ് എടുത്ത് 2 കൊല്ലം ഗെയിം പഠിച്ചാലും നിഷ്കളങ്കനാവനാ വന്നേ. പിന്നെയൊക്കെ നിങ്ങൾ നിഷ്കളങ്കനാവനാന്ന് പറഞ്ഞു. കാരണം ഞാൻ തുറന്നു പറഞ്ഞു പോയ മനുഷ്യനാണ്. ഇതെന്തെന്നാത്? ഇതെന്തെന്നാത്? ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന ആളാ. ലാസ്റ്റ് ഇപ്പോൾ അനുമോളും അയാളും കൂടി ഒറ്റയ്ക്കായി. 2ആളും ഒറ്റപ്പെടാൻ വന്ന ആൾക്കാരാണ്. അപ്പം 2 കൂടി വന്നിട്ട് പെരട്ടേ ലൂപ്പ് പെട്ട്. അത് ഇത് സെറ്റാവോ ഇല്ലെന്ന് നമുക്കറിയാൻ പാടില്ല. ഈ സെറ്റ് ആയാൽ തന്നെ അത് ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും കൂടി എക്സ്പോസ്ഡ് ആയി. എന്നിട്ട് ഇതെല്ലാം വിറ്റ് ഇത് കഴിഞ്ഞ് ഈ അതിലക്കം ഇട്ട് നിരത്തിയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നീച്ചു പോയി. അവിടുന്ന് ബോയ്ക്കോട്ട് പരിപാടിയിൽ നിന്ന് തന്നെ നീച്ചു പോയി. ഒറ്റയ്ക്ക് പോയി വീണ്ടും ഇരിക്കുക. അതിൽ അനീഷിൻ്റെ വക അടുത്ത നടക്കും. ഇതന്നെ എനിക്ക് തരുന്നത് അനുമോളത്. അനുമോക്ക് വേണ്ടി അവിടെ ഘോരമായി വാദിച്ച മുതലാ. രക്ഷകൻ ഡിങ്കനായിട്ട് വന്ന ആളാണ്. അവരെ കൊണ്ട് നടക്കില്ല, ഇജ്ജ് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് മനസ്സിലായി. ഇപ്പം ലാസ്റ്റ് എനിക്ക് തോന്നുന്നു എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണുന്ന സാധനത്തിലാണ് അനീഷിന് മനസ്സിലായത് ഇവരെല്ലാവരും കൂടി അനുമോളെ തലയിലാക്കി തരും, ഞാനും കുറച്ച് ഓവറായി എന്നുള്ളത്. ഇനിയിപ്പോൾ നാളത്തേക്ക് മാറ്റി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല. എന്താണെന്നുണ്ടെങ്കിലും എന്ത് അനീഷ് 100 വട്ടം ആലോചിക്കും. എന്ത് അതെ ഇല്ലല്ല അനീഷ് എന്താ പറയുക, അനീഷ് തെറ്റാൻ വഴിയില്ല. കാരണം ഒന്നുമില്ല. അയാൾക്ക് എന്താ അനുമോളെ ലൂപ്പ് പെട്ടു. അനുമോളെ ലൂപ്പിലടിച്ചോട് കൂടിയിട്ടേ എന്താ കെയറിങ്. ഞാൻ ഒരു ചപ്പാത്തി വെക്കാം, അനുമോള് വന്ന് സംഗതി അയാള് ഭക്ഷണമായിട്ടും മരുന്നായിട്ടും എല്ലാവരുടെ അടുത്തും ഒരു കെയറിങ് എടുത്തിട്ടുണ്ട്. പക്ഷെ അനുമോള് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് ഇയാളുടെ കെയറിങ്ങിന് ഇപ്പോൾ ഒരു എക്സ്ട്രാ ബട്ടറിങ് ഉണ്ട്. മനസ്സിലായോ? ഒരു എക്സ്ട്രാ സാധനം. അത് ഇയാളെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താ അറിയോ, ബിഗ് ബോസോ ലാലേട്ടനോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിക്ക് ഇയാൾക്ക് അപ്പീലോ. പിന്നെ അവന് ചെയ്യാണ് കണ്ണു അടച്ചു വർമ്മനെ പോലെ. ലാലേട്ടൻ പറഞ്ഞു അനുമോളിതായിട്ട് ലാലേട്ടൻ പറഞ്ഞില്ലേ, അപ്പം പിന്നെ ഓക്കെ എന്നെ എനിക്കും പറയാൻ പോണത്. എന്തായാലും കൊള്ളാം. നാളത്തെ ഏത് PR ഇല്ലാതല്ലേ പറയുന്നത് അനീഷിന്? അനീഷിന് പറയുന്നത് അനീഷിന് PR ഇല്ലാന്ന് പറയുന്നത്. ഞാൻ അനീഷിന് PR ഇല്ലാതെ അല്ല, അനീഷായിട്ട് PR വെച്ചിട്ടില്ല, അത് വേറെ കാര്യം. അതെനിക്ക് തോന്നുന്നില്ല അനീഷായിട്ടൊരു PR വെച്ചിട്ടില്ല. അനീഷ് കണ്ടുപഠിച്ച് പോകുന്നത് തന്നെയാണ്. അനീഷ് അറിയാതെ ആരെങ്കിലും കയറി കുറേ PRകളുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടറിയാ കോശി. എന്താ ആരെങ്കിലും ആയിക്കോട്ടെ. എന്താണെങ്കിലും അനീഷും എക്സ്പോസ്ഡ്, കുണുമോളും ഇനി എന്ത് എക്സ്പോസ് ആവാനാണ്. കുണുമോളോ എന്തായാലും കഴിഞ്ഞ ആഴ്ച കാട്ടിയത് ഈ ആഴ്ചയും കാണിച്ചപ്പോൾ നാട്ടുകാർക്ക് ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ആ ചെക്കന്മാരും ഉള്ളിട്ട് വരട്ടി. അതിലാനോറയ്ക്ക് ഇത് വേണം. എത്ര വട്ടം വിളിച്ച് പറയുന്ന അതിലാനോറേനെ. ഏത് നിങ്ങളെ ഞാൻ പറയട്ടെ പറയട്ടെ ഏത് അതിലെ സീനാണ്. 100 പോയില്ലട്ടെ ഈ പണിക്കൊന്നും. 100 ഈ പണിക്കൊന്നും പോയില്ല. അതിലെക്കിട്ടും മുക്കിട്ടുണ്ട് കരയുണ്ടാവില്ല. 100 പോയില്ല. 100 ഈ ഒരു പരിപ്പിന് 100 എൻ്റെ അടുത്ത് വരില്ല.
അതിനെ പിന്നെ ഇമ്മീ പറഞ്ഞത് ആദ്യം ചൂടാവും, പിന്നെ പോയി കരയും. അതിലെ വേറെന്തോ മൈൻഡിലാണ്. ഇതാണെങ്കിൽ കൊള്ളാം. ഇന്നങ്ങോട്ട് സമാധാനമായി. കാരണം കഴിഞ്ഞ ആഴ്ച ചെക്കന്മാരിട്ട് വരട്ടിയനെ ഇത്രയെങ്കിലുമൊക്കെ എക്സ്പോസ്ഡ് ആയല്ലോ. ഗുഡ്.